എറണാകുളം ചേതമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കൂട്ടക്കൊല അതിന്റെ നടുക്കം കേരളത്തിന് വിട്ടുമാറിയിട്ടില്ല. അതിലെ കേസിലെ പ്രതി ഋതു ജയൻ റിമാൻഡിലായിരിക്കുന്നു. കോടതിയിൽ വെച്ച് പ്രതിക്ക് നേരെയും പ്രതിഷേധം ഉണ്ടായി. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. കൊല്ലപ്പെട്ട 3 പേരുടെയും മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. മൃതദേഹങ്ങൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഹൃദയഭേദക രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കേരളം വല്ലാതെ ഞെട്ടിയൊരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. ഒരു വീട്ടിൽ കയറി 3 പേരെ കൊലപ്പെടുത്തുക, കൂട്ടക്കൊല, അതിൻ്റെ നടുക്കം മാറിയിട്ടില്ല. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്താണ് വിഷ്ണു സുരേഷ്? സംസ്കാരം അല്പസമയത്തിനകം തന്നെ വൈപ്പിൻ മുരിക്കിൻ പാടത്തുള്ള ശ്മശാനത്തിൽ നടക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏകദേശം 2-3 മണിക്കൂറോളം ഈ കരിമ്പാത്തെ അവരുടെ വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു. ഹൃദയഭേദകമായ കാഴ്ചകളാണ് അവിടെ. കുട്ടികൾ വലിയ സങ്കടത്തിലാണ്. അവരതിന്റെ മാനസികാഘാതത്തിൽ നിന്ന് എപ്പോൾ പുറത്തു വരുമെന്ന് ആർക്കും പറയാനാകില്ല. അത്രയും അവരുടെ മുൻപിൽ വെച്ചാണ് ആ കൊലപാതകങ്ങൾ 3 സംഭവിച്ചത്. ആ ചോരയിൽ കുളിച്ച് അവിടെ ആ കിടക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. ആ മൃതദേഹങ്ങൾ അടക്കം കണ്ടിട്ടുണ്ട്. പിന്നീട് നാട്ടുകാരെത്തിയാണ് അവരെ അടക്കം പുറത്തേക്ക് എത്തിച്ചത്. അവരുടെ ഒരു കാര്യമാണ് പ്രതിസന്ധിയായി തുടരുന്നത്. ആ കുട്ടികളുടെ ഉണ്ടായ വിഷമം അത് ഇന്ന് ആ കോടതിയിൽ ഈ പ്രതിയെ കൊണ്ടുവന്ന ഘട്ടത്തിൽ അവിടുത്തെ നാട്ടുകാർ ആ വിഷമം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ആ സങ്കടം അവർ നാട്ടുകാരുടെ മനസ്സിലാകെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിക്കെതിരെ കയ്യേറ്റമടക്കം ഉണ്ടായത്. പൊതുസമൂഹം ഒന്നാകെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തുന്നുണ്ട്. അതിന്റെ ഒരു പരിച്ഛേദം കോടതിയിലും ഉണ്ടായി. പ്രതിയെ കൊണ്ടുവരുന്ന ഘട്ടത്തിലും തിരികെ കൊണ്ടുപോകുമ്പോഴും മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം ഒരാൾ പ്രതിയുടെ മുഖത്ത് അടിക്കുന്ന ദൃശ്യങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടി അടുത്ത ദിവസമായിരിക്കും ഉണ്ടാകുക. കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും, തിങ്കളാഴ്ച പരിഗണിക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിച്ചായിരിക്കും വിശദമായ തെളിവെടുപ്പ് നടത്തുക. ഇതിനോടകം തന്നെ ചില പ്രാഥമിക തെളിവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കേസിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. റിജിത്ത്. ശരി, വിഷ്ണു വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഋതു ജയൻ റിമാൻഡിലായിരിക്കുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവുക. തിങ്കളാഴ്ചയാണ് ആ അപേക്ഷ പരിഗണിക്കുക. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.